നിമിഷപ്രിയയുടെ കേസിൽ മനുഷ്യത്വരഹിതമായ നിലപാടുകൾ സ്വീകരിച്ച കുറേ ആളുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പേ. നമുക്ക് മുന്നിൽ കുറേ ആളുകളുടെ തെളിവുകളുണ്ട്. മനുഷ്യത്വഹീനമായ നിലപാടാണ് രണ്ടുപേരും സ്വീകരിച്ചത്. അവരൊരിക്കലും ഇപ്പോൾ യമനിലെ ഈ തലാലിൻ്റെ കുടുംബത്തിന് ഇമെയിൽ സന്ദേശം അയച്ചിട്ട് നിങ്ങളൊരു കാരണവശാലും മാപ്പ് കൊടുക്കരുത് എന്ന് പറയുന്ന റാവുത്തർമാരുടെ നിലവാരത്തിലേക്ക് ഇവർ രണ്ടുപേരും പോകരുതായിരുന്നു. നിമിഷപ്രിയ ആ നിയമത്തിൻ്റെ മുമ്പിൽ ഇപ്പോൾ യമനിലെ കോടതിയല്ല അത് ശരിക്കും. യമനിലെ ഇസ്ലാമിക കോടതിയുമല്ല, ഹൂത്തികളുടെ ഇസ്ലാമിക കോടതിയാണ്. ആ കോടതിയുടെ ശരീഅത്ത് കോടതിയുടെ മുമ്പിൽ ചെന്ന് ശരിയാണ് സാർ, എനിക്ക് പറ്റിപ്പോയി, ഞാൻ കുറ്റം സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. അല്ല, ഞാൻ നിഷേധിച്ചു, എനിക്ക് അബദ്ധം പറ്റിയതാണ്, രക്ഷപ്പെടാൻ വേണ്ടി ആത്മരക്ഷാർത്ഥം ചെയ്തതാണെന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. എന്നാൽ നിമിഷപ്രിയ വെറുതെ വിടുവോ? ലോകത്തിലെ ഒരു കുറ്റവാളിയും കുറ്റം സമ്മതിച്ചിട്ടില്ല. കുറ്റം സമ്മതിച്ചു എന്ന കാരണം കൊണ്ട് പ്രോസിക്യൂഷൻ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു കോടതിയും വിധി പറഞ്ഞിട്ടില്ല. അത് അറിയാത്ത ഒരാളല്ലല്ലോ ജസ്റ്റിസ് കമാൽ പാഷ. ഒന്ന്. രണ്ടാമത്തെ കാര്യം പറയുന്നത് കൊന്നാലും കൊള്ളാം. ശ്രീജിത്ത് പണിക്കരൊക്കെ പറയുന്ന കേട്ടപ്പോൾ എനിക്ക് തോന്നി കൊന്നാലും കൊള്ളാം, പക്ഷെ പിന്നെ ഡെഡ് ബോഡിയോട് കാണിച്ച ക്രൂരകൃത്യങ്ങൾ എന്തുമാത്രം മാരകമാണ്. ശ്രീജിത്ത് പണിക്കർക്ക് അപാരമായ വിവരങ്ങളുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് ഇല്ലാത്തൊരു കാര്യം, അറബ് ലോകത്തെ ഒരു നിയമത്തിൻ്റെ കീഴിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് നിന്ന് സംസാരിക്കുന്നത് പോലെയല്ല ആ നിയമത്തിൻ്റെ ഇരയായി തീർന്നൊരു മനുഷ്യനെ മനസ്സിലാക്കാൻ. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.